ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അജിത്തിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ കഴിഞ്ഞാഴ്ചയായിരുന്നല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. വിടാമുയർച്ചി എന്നാണ് മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത സിനിമയുടെ പേര്. ചിത്രം കൃത്യം 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെടുമ്പോൾ പ്രതീക്ഷ ലെവൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഇന്നലെ ശനിയാഴ്ച സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ മാത്രം 25 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 69 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തതെങ്കിൽ ഇന്നലെ വരെ 94 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. 100 കോടി ഇന്നത്തെ ഞായറാഴ്ചത്തെ കളക്ഷനോടെ സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുന്നതാണ്. സിനിമയ്ക്ക് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് 50 കോടി പിന്നിട്ട് 54 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു വൻകിടു ബോക്സ് ഓഫീസ് പ്രകടനം എന്നൊന്നും തന്നെ പറയാനായിട്ടില്ല എങ്കിൽ പോലും നിലവിൽ ഡീസന്റ് കളക്ഷൻ തന്നെയാണ് സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച നല്ലൊരു കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ വിടാമുയർച്ചയുടെ കൂടുതൽ കളക്ഷനായിട്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു അന്യഭാഷാ സിനിമയാണല്ലോ തെലുഗു സിനിമ കൂടിയ തണ്ടൽ. മോശമല്ലാത്ത അഭിപ്രായങ്ങളായിരുന്നു സിനിമ തെലുഗു നാടുകളിൽ നിന്ന് നേടിയെടുത്തത്. ഇപ്പോഴത്തെ അതിൻ്റെതായ ലെവൽ കളക്ഷനും സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 35 കോടിയിലേക്ക് വെറും 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 50 കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ ഈ തെലുഗു സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. അങ്ങനെ മലയാളത്തിന്റെ കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും വലിയ ലാഭകരമായി മാറിയ സിനിമ പ്രേമലു തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ഇന്ന് പ്രേമലുവിന്റെ 1ാം വാർഷിക വേളയാണ്. നസ്ലൻ മമിത കോമ്പൽ തിയേറ്ററുകളിലേക്ക് എത്തി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ 135 കോടി 90 ലക്ഷം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ആദ്യം ഇറങ്ങിയത് പ്രേമലു ആണെങ്കിലും അനിമൽ ബോയ്സിന്റെ 100 കോടി കളക്ഷന് ശേഷമായിരുന്നു പ്രേമലു 100 കോടി കളക്ഷൻ നേടിയെടുത്തത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തിലെ രണ്ടാമത്തെ 100 കോടി സിനിമ കൂടിയാണ് പ്രേമലു. ഇന്ന് സിനിമയുടെ വാർഷിക ദിനം പ്രമാണിച്ച് കൊച്ചിയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലായിട്ട് സിനിമയുടെ ഷോ എല്ലാം തന്നെ തിയേറ്ററുകളിലും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ സിനിമയുടെ 2ാം ഭാഗ ചിത്രീകരണം ഈ വർഷം ജൂൺ മാസം ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷം പ്രേമലു 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്.